ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കടുത്ത കിളിക്കുണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുധീഷും ഹരീഷും കൂടി ഇപ്പോൾ തീരുമാനം എടുക്കുകയാണ് എന്ത് ചെയ്യും. നീതു ഇപ്പോൾ ബാഗൊക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ, കിളിക്കൂട്ടിലേക്ക് വന്നതാണ്. ഹരീഷിൻ്റെ കൂടെ ഇനി ഇവിടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കണം. സുധീഷാണെങ്കിൽ കല്യാണം നടത്താമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഹരീഷിനാണെങ്കിൽ അത് പറ്റുന്നില്ല. പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പോയിട്ടുണ്ട്, അതൊക്കെ ഒരു കാരണമായിട്ട്. അപ്പോൾ ഇനി ഞാനും കൂടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്ന് വിചാരിക്കില്ല, അതുകൊണ്ട് അത് വേണ്ട, അത് ഞാൻ സുഭാഷ് ചേട്ടനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും, സുഭാഷ് ചേട്ടൻ തെറ്റായിട്ടൊന്നും കാണില്ല എന്ന് ഇത് കേട്ടപ്പോൾ ഹരീഷിൻ്റെ അടുത്ത് സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ ഹരീഷ് പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ ചിലപ്പോൾ തെറ്റായി കാണുന്നില്ലായിരിക്കും, പക്ഷേ എനിക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ, മനസാക്ഷി അതിന് സമ്മതിക്കില്ല, അതുകൊണ്ട് അത് വേണ്ട. ഞാൻ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനേക്കാളും എനിക്ക് വലുത് സുഭാഷ് ചേട്ടൻ കല്യാണം കഴിച്ച് സന്തോഷമായിട്ടൊന്ന് സെറ്റായിട്ട് ഞാൻ കല്യാണം കഴിക്കുള്ളൂ, എന്നാലേ എനിക്ക് പറ്റുള്ളൂ അതിന്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ അച്ഛൻ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഹരീഷ് ഒരു പൊട്ട തീരുമാനമാണ് എടുത്തതെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പുച്ഛിക്കുന്നുണ്ട്. കത്തിച്ച് വെച്ചിരുന്ന ബീഡി എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഹരീഷിൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. നീ എന്താടാ മണ്ടരാണോ? സുഭാഷിൻ്റെ കല്യാണം ഒരിക്കലും നടക്കില്ല, അവൻ്റെ ജാതകത്തിൽ അങ്ങനെ തന്നെയാണ്, അവരെല്ലാവരെയും പെങ്ങന്മാരായിട്ട് കാണാനാണ് യോഗം, നീ വേണമെങ്കിൽ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഹരീഷ് അച്ഛനെ കയറി അടിക്കാൻ നോക്കുന്നുണ്ട്. സുധീഷ് പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അകത്തൊരു പെൺകുട്ടി ഇരിക്കുമ്പോഴാണോ നിങ്ങളിവിടെ വഴക്കടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വന്തം അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നാട്ടുകാർ എന്തൊക്കെയാണ് പറയാന്നൊക്കെ ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഹരീഷിന് കൂടുതൽ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭാസ്കരനച്ഛൻ്റെ അടുത്ത് ഹരീഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകനായി പിറന്നു എന്ന തെറ്റ് മാത്രമേ സുഭാഷ് ചേട്ടൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അയാളുടെ ജീവിതം ഇങ്ങനെയായി പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അച്ഛൻ്റെ ഒരു അഭിപ്രായം ഇവർ സ്വീകരിക്കുന്നില്ല, അച്ഛൻ അതും കേട്ടും പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മളെ നീതുവിൻ്റെ അടുത്ത് പോയിട്ട് നീതി ചായ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നീതു ചോദിക്കുന്നുണ്ട് കേട്ടോ, അവരെന്താ തീരുമാനിക്കുക, എൻ്റെ കല്യാണം നടക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട്, നീ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, കല്യാണം എന്നൊക്കെ പറയുന്നത് വലിയൊരു വിഷയമല്ലേ, നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല, നീ ചെറിയ കുട്ടിയല്ലേ, നീ പഠിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നീതു പറയുന്നുണ്ട്, ഞാനോ ചെറിയ കുട്ടിയോ, പിന്നെ വീട്ടിലിരിക്കേണ്ട ഇതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത്, അല്ലാതെ ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, എന്നേക്കാൾ വലിയ മൂത്തമൊന്നുമല്ലോ നിധി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീതുവിന് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയായാലും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല പറയുന്നുണ്ട്. അവരെന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷെ എന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ ഞാൻ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരിതേക്കുറിച്ച് പുറത്ത് സംസാരിക്കുന്നുണ്ട്, എന്തായി ഡിസൈഡ് ഒന്നും നമുക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഹരീഷും അതുപോലെ തന്നെ സുധീഷും കൂടി വന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് പറയുന്നുണ്ട്, കല്യാണം കഴിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, പക്ഷെ ഇവനത് പറ്റുന്നില്ല, അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കല്യാണം കഴിക്കാതെ ഇരുന്നതെന്നുള്ള സത്യമൊന്നും പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛൻ എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് പറയാൻ നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട, അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ നീതുവിൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്തിന് അവളുടെ അടുത്ത് സംസാരിക്കണം, അവൾ നിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നവളല്ലേ, ഇനി എന്ത് പറയാനാണെന്ന് പറയുമ്പോൾ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂമിലിരിക്കുന്ന നീതുവിൻ്റെ അടുത്ത് പോയിട്ട്, നീതു എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നീതുവിന് ഭയങ്കര സന്തോഷം കേട്ടോ. ബാ നമുക്ക് പുറത്തേക്ക് പോകാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അത് പറയും ചെയ്യുന്നുണ്ട്. കൂടെ നീതു കൊണ്ടുവന്ന ബാഗും എടുക്കുമ്പോൾ നീതുവിനൊരു ടെൻഷൻ കേട്ടോ, ബാഗും കൂടി എടുക്കുമ്പോൾ. അങ്ങനെ ഇത് കാണുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ബാഗ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ പേടിക്കേണ്ട സുഭാഷ് ചേട്ടൻ, ഞാൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബൈക്കും എടുത്തിട്ട് അവർ രണ്ടുപേരും കൂടി പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വിചാരിക്കും അവർ നേരെ പോകുന്നത് നീതുവിൻ്റെ വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. വേറെ എങ്ങോട്ടുമല്ല, അവരൊരു ജ്യൂസ് ഷോപ്പിൽ പോയിട്ട് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീതു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ നമ്മളെ ഹരീഷ് ആദ്യമായിട്ട് നീതുവിനോട് പറയുന്നുണ്ട് ഡയറക്റ്റായിട്ട്. അന്നേരം നീതു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നീ ഒന്നും കൂടി പറ, ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്, അപ്പോഴൊന്നും നീ എന്നോട് തിരിച്ച് പറയാറില്ലല്ലോ, എനിക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എത്ര കാലം ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവൻ വീണ്ടും വീണ്ടും കണ്ണിൽ നോക്കി പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു രസകരമായിട്ടുള്ള റൊമാൻസ് സീനായിരുന്നു അത്. പക്ഷെ അവൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല, എല്ലാത്തിനേക്കാൾ ഉപരി ഈ ഒരു തീരുമാനം മാറ്റണം എന്നാണ് കേട്ടോ. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയാതെ ഞാനൊരു കല്യാണം കഴിക്കുന്നത് ശരിയല്ല. സുഭാഷ് ചേട്ടൻ നിൽക്കുക, സുധീഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴേ ഓരോരുത്തരും ഓരോന്ന് പറയാൻ തുടങ്ങി. അന്നേരം തന്നെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണാലോചനകളൊക്കെ ഒരുപാട് മുടങ്ങിയതാണ്. ഇനി ഞാനും കൂടി കല്യാണം കഴിച്ച് ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുഭാഷ് ചേട്ടന് നല്ലൊരു ജീവിതം കിട്ടില്ല, അതുകൊണ്ട് അതുവരെ കാത്തിരിക്കണം നീതു, ഞാനൊരിക്കലും നിന്നോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയില്ല,
അത് കേൾക്കുമ്പോൾ നീതു പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നിനക്ക് ഞാനൊരു ഹോസ്റ്റൽ റെഡിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൾക്കത് മനസ്സിലാവും കേട്ടോ. നീതുവിന് ഇങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആൾക്ക് കാര്യം മനസ്സിലാവും. എന്തായാലും ഒരു അനിയൻ്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് അവൾ. അത് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ, നീ പറഞ്ഞത് വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടെ ഒരു ക്യാരക്ടറൊക്കെ നമ്മളെ ഹരീഷിന് നല്ല ഇഷ്ടമാവുന്നുണ്ട്. എന്തായാലും ഹോസ്റ്റൽ റെഡിയാക്കി തരാമെന്ന് പറയുമ്പോൾ അത് നിരസിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നീതു. കാരണം അതൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളാം എന്ന് പറയുമ്പോൾ വേണ്ട, ഏടത്തി നിന്നൊരു ഹോസ്റ്റലുണ്ട് അവിടെ പറഞ്ഞ് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലേക്ക് പോയാൽ ഇനിയും വഴക്കാവില്ലേ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ വീട്ടിലേക്ക് വിടാൻ പേടിയാവുന്നുണ്ട് എന്ന് അവൻ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ അതായത് കിളിക്കൂട്ടിലാണെങ്കിൽ സുധീഷും സുഭാഷ് ചേട്ടനൊക്കെ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സുധീഷ് ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ, അവരെങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അഖിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ളവരും കൂടി. അന്നേരം സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ, അവരെന്തായാലും തിരിച്ചു വന്നോളും, അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹരീഷ് നമ്മളെ ഫോണിലേക്ക് വിളിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുധീഷിന് ഭയങ്കര ടെൻഷൻ, ഇനി അഥവാ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനമാണെന്നുണ്ടെങ്കിൽ താലി നോക്കണം, അമ്പലം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിധി പറയുന്നുണ്ടോ, ഇയാൾക്ക് പിന്നെ നിന്ന നിപ്പിൽ കല്യാണം കഴിപ്പിച്ച് നല്ല ശീലമുള്ള ആളാണല്ലോ എന്ന്. എന്തായാലും അതുപോലെ തന്നെ നമ്മളെ നീതുവിൻ്റെ വീട്ടിലും എല്ലാവരും കരഞ്ഞിരിക്കുന്നുണ്ട് നീതു പോയ സങ്കടത്തിൽ കേട്ടോ. അമ്മ പറയുന്നുണ്ടല്ലോ നീ പോയാലും ഞാൻ ചത്താ കൂട്ടിക്കോളാം എന്നുള്ളത് പറയുമ്പോൾ അത് ഒന്നും കൂടി ആലോചിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചത്തു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്നതൊക്കെ നീതുവിൻ്റെ അമ്മ മനസ്സിലാലോചിച്ച് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അയൽവാസിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് മകൾ ഇങ്ങനെ പോയത് അറിഞ്ഞല്ലോ, എന്താ സത്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ നീതുവിൻ്റെ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ മോള് പോയത് തന്നെയാണ്, നിങ്ങൾക്ക് എന്തേന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നുണ്ട് കേട്ടോ. അന്നേരം നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ നാട്ടുകാരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവരൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ വന്ന് ചോദിക്കും, സാധാരണയാണ് അതെന്നൊക്കെ പറയുമ്പോൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങൾ വിശദീകരിച്ച് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ ഹരീഷും നീതുവും കൂടി ബൈക്കിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നേരെ വരുന്നത് നീതുവിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ വീടിൻ്റെ അവിടെ തൊട്ടടുത്ത് നിർത്തേണ്ട, കുറച്ച് ബാക്കോട്ടായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നീതു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി നിർത്തി നീതു ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാരൊക്കെ അവിടെ ഇങ്ങനെ നീതുവിനെ നോക്കി നിൽക്കുന്നവൾ കാണും കേട്ടോ. അപ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട് അയ്യോ എല്ലാവരും എന്നെ നോക്കി നിൽക്കുന്നുണ്ട്, എന്തായാലും എല്ലാവരും കണ്ട സ്ഥിതിക്ക് എൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ വന്ന് ഇറക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ഹരീഷ് ചോദിക്കുന്നുണ്ട് അത് കൂടുതൽ പ്രശ്നമാവില്ലെന്ന്. ഇല്ല ഏതായാലും അവരൊക്കെ കണ്ടില്ല, അതുകൊണ്ട് ഇനി അത് തന്നെ നല്ലതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് കണ്ടപ്പോൾ അവൾ വീണ്ടും കയറിയിരുന്ന് നേരെ വീടിൻ്റെ ഉമ്മറത്ത് പോയിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട് നീതു നീ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണ്, കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ, അവനെ കാണണമെന്ന് തോന്നി അങ്ങനെ പോയതാണ്, അവനെ കണ്ടു തിരിച്ചു വന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നീതുവിൻ്റെ അമ്മയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നീതുവിൻ്റെ സൗണ്ട് കേട്ടിട്ട് അമ്മയെ കാണുമ്പോൾ ഹരീഷ് അമ്മയോട് പറയുന്നുണ്ട് ഇനി അവളെ തല്ലാനോ ചവിട്ടാനോ ഒന്നും നിൽക്കണ്ട, ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. ഏട്ടൻ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് നിനക്ക് ഉളുപ്പുണ്ടെടി ഇങ്ങോട്ടേക്ക് തിരിച്ച് കയറി വരാൻ, ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ വന്നത് വേറെ ഇങ്ങോട്ട് പോകാനെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവളെ ഒന്നും കൂടി അടിക്കാനൊക്കെ അമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മയും പിന്നെയും ദേഷ്യപ്പെടുന്നുണ്ട് നീ ഞങ്ങളെ നാണം കെടുത്തിയില്ലേടി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു നാണക്കേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിന്നെ അവൻ ഇങ്ങോട്ട് തിരിച്ചയച്ചതല്ലേ എന്ന് പറയുന്നുണ്ട്. ഞാനായിട്ടൊരു തീരുമാനം എടുത്തതാണ്, അല്ലാതെ അവൻ കൈ ഒഴിഞ്ഞതൊന്നല്ലെന്ന് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. മേലാൽ ഇനി അവനെ കാണാനോ സംസാരിക്കാനോ മിണ്ടാനോ നീ നിൽക്കരുത്, അങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ അവളുടെ അടുത്ത്. എന്തായാലും അമ്മയ്ക്കും അച്ഛനും ഏട്ടനും ഒന്നും ഇനിയും നമ്മളെ ഹരീഷിനെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീതു അവളുടെ സ്റ്റാൻഡിൽ നിന്നിട്ടും അവർക്കൊന്നും അതിന് യാതൊരുവിധ യോജിപ്പോ ഇല്ല. ഇപ്പോൾ അവസാനമായിട്ട് നീതു വീട് വിട്ടു പോയി, എന്നിട്ടും യാതൊരുവിധ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇനിയും പഴയതുപോലെ നീതുവിനെ തല്ലാനും ചവിട്ടാനും അവരുടെ ഓരോ ഇടിയും കുത്തും വാങ്ങാനായിരിക്കും നീതു അവിടെ നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ എന്തായാലും അതൊന്നും ഇനിയും അങ്ങോട്ട് കൊണ്ട് നിൽക്കാനൊന്നും നീതുവിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് തക്കതായ തീരുമാനം അവൾ എന്തായാലും എടുക്കും. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു പോലീസ് കേസും അവളുടെ അമ്മയുടെ അച്ഛൻ്റെ പേരിലൊക്കെ അവൾ കേസ് കൊടുക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇനിയുള്ള എപ്പിസോഡ്സ് ഒക്കെ അത് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ വെയിറ്റ് ചെയ്ത് കാണാം എന്തൊക്കെയാണ് കഥയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.